ആദ്യ പകുതിയിൽ ആക്രമിച്ച് കളിച്ചിരുന്നു. പക്ഷെ വിപരീതമായി ഒരു ഗോളിന് വഴങ്ങേണ്ടതായി വന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ വർദ്ധിത വീര്യത്തോടെ തിരിച്ചടിച്ചു. ഇഞ്ചുറി സമയത്ത് ആവേശ ഗോൾ വലയിലാക്കി ശക്തമായി തിരിച്ചുവരവ് നടത്തി. കൊച്ചിയിൽ ഒഡീഷ FC തകർത്തെറിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് ആവേശ വിജയമാണ് നേടിയത്. 3-2 ടീം ഗംഭീര പ്രകടനം നടത്തിയത്. കളി തുടങ്ങി 4-ാം മിനിറ്റിൽ ഉള്ളിൽ തന്നെ ഒഡീഷ ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. ജെറി മാവിങ് തങ്കയിലൂടെ അവർ ലീഡെടുക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം പകുതിയിൽ ക്വാമി പെപ്ര, ജീസസ് ജിമേനസ്, നോക് സയൂദി എന്നിവരുടെ ഗോളുകളായിരുന്നു യഥാർത്ഥത്തിൽ ടീമിന്റെ ജയം നിർണയിച്ചത്. ഒഡീഷയുടെ രണ്ടാം ഗോൾ ഡോറി 80-ാം മിനിറ്റിൽ നേടുകയുണ്ടായി. 83-ാം മിനിറ്റിൽ ഒഡീഷയുടെ കാർലോസ് ഡെൽഗാഡോ ചുവപ്പ് കാർഡ് നേടി പുറത്തായി. തുടർന്ന് അവസാന ഘട്ടത്തിൽ അവർ 10 പേരായി ചുരുങ്ങുകയായിരുന്നു. ഈ കുറവ് ബ്ലാസ്റ്റേഴ്സ് സമർത്ഥമായി തന്നെ മുതലെടുക്കുകയും ചെയ്തു. ഈ ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് 8-ാം സ്ഥാനത്തെത്തി. ഒഡീഷ 7-ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കളിയിലുടനീളം ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് കടുത്ത ആക്രമണമാണ്. എന്നാൽ ആദ്യ പകുതിയിൽ ഗോൾ മടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ജിനൈസിന്റെ കളത്തിലേക്കുള്ള വരവാണ് ടീമിന്റെ പ്രകടനത്തെ ആകെ മാറ്റിയത്. രണ്ടാം പകുതിയിൽ ടീം നിരന്തരം ഗോളിനരികിൽ എത്തുകയും ചെയ്തിരുന്നു. 4-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലുണ്ടായിരുന്ന പിഴവ് മുതലെടുത്തായിരുന്നു ഒഡീഷ മുന്നിലെത്തിയത്. ഒഡീഷ പകുതിയിൽ നിന്ന് വന്ന പന്ത് നേരെ ഡോറിയുടെ ദേഹത്ത് തട്ടി ജെറിയിലേക്ക് പോയി. ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം പ്രതികരിക്കും മുമ്പ് തന്നെ താരം പന്ത് വലയിലാക്കി കഴിഞ്ഞിരുന്നു. 60-ാം മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചെടുത്തത്. സ്വന്തം ബോക്സിൽ നിന്നും ഐബൺ നീട്ടി നൽകിയ പന്ത് കോറോസിംഗിലേക്ക് നീങ്ങി. താരം ഒഡീഷ പ്രതിരോധത്തെ കബളിപ്പിച്ച് പന്ത് ക്വാമി പെപ്രയ്ക്ക് നൽകി. ഓഫ് സൈഡ് കെണി പൊളിച്ച് ബോക്സിലേക്ക് ഓടിക്കയറിയ പെപ്ര ഗോൾ കീപ്പർ അമരീന്ദർ സിംഗിനെ മറികടന്ന് വലയ്ക്കടുത്തെത്തി. 12 മിനിറ്റിനുള്ളിൽ രണ്ടാം ഗോളും ബ്ലാസ്റ്റേഴ്സ് നേടി. ആദ്യ ഗോൾ നേടി പെപ്രയാണ് ഗോളിന് പ്രധാനമായും വഴിയൊരുക്കിയത്. ഒഡീഷ ബോക്സിൽ നിന്ന് പന്ത് കിട്ടിയ പെപ്ര വലതുവിങ്ങിൽ ആൻഡ്രിയാൻ ലൂണയ്ക്ക് കൈമാറുകയും ചെയ്തു. ലൂണയുടെ ക്രോസ് നോഹ സയൂദി ഹെഡ് ചെയ്ത് ജിമേനസിന് മുന്നിലേക്കാണ് പോയത്. ബോക്സിൽ അവസരം കാത്തുനിന്ന താരം പന്ത് അവസാനം വലയിലാക്കുകയും ചെയ്തു. മത്സരത്തിൽ വീണ്ടും വിപരീത ഗതിയായി മാറിയത് ഒഡീഷയുടെ സമനില ഗോളാണ്. കൗണ്ടർ അറ്റാക്കാണ് പ്രധാനമായും ഈ ഗോളിന് വഴിയൊരുക്കിയത്. ജെറിയുടെ ശ്രമം തടയാൻ ശ്രമിച്ച പ്രീതം കോട്ടൽ ഫൗൾ വഴങ്ങുകയും ചെയ്തു. ഒഡീഷയ്ക്ക് അനുകൂലമായിരുന്നു ഫ്രീ കിക്ക്. കിക്ക് എടുത്ത ഡീഗോ മൗറേഷ്യയുടെ ശ്രമം പോസ്റ്റിൽ തട്ടി റീബൗണ്ട് ചെയ്യുകയായിരുന്നു. റീബൗണ്ട് പന്ത് ബോക്സിന് പുറത്തു നിന്ന് സേവ്യർഗാമ ബുള്ളറ്റ് ഷോട്ടിലൂടെ ഗോളാക്കാൻ ശ്രമങ്ങൾ നടത്തി. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഈ ഷോട്ട് തട്ടിയകറ്റാൻ നോക്കിയിരുന്നു. എന്നാൽ പന്ത് നേരെ വീണത് ബോക്സിൽ നിന്ന് ഡോറിയിലേക്കാണ്. താരം ഇത് നിഷ്പ്രയാസം ഗോളാക്കി മാറ്റി. ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ഗോളും പിറന്നു. ഇഞ്ചുറി സമയത്ത് ജിമേനിസിന്റെ ഗോൾ അർഹിച്ച വിജയം ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിക്കുകയും ചെയ്തു.